ബാക്ക്. ഇന്ന് ഞാൻ മൈൻക്രാഫ്റ്റിലെ 2-3 ട്രിക്കും പിന്നെ എന്താ ഞാനിപ്പോൾ വന്നേക്കുന്നത് 1.21 എഡിഷനിലാണ് വന്നേക്കുന്നത്. മുമ്പ് കളിച്ചിട്ട് നമ്മൾ 20 ആയിരുന്നു, ഇപ്പം ഞാൻ 21 ആക്കി. നിങ്ങൾ സിമ്പിൾ, നിങ്ങൾ ചാറ്റ് ഇല്ലേ, ഇപ്പം ഈ സ്ലാഷിനൊക്കെ ടെലിപ്പോർട്ട് ആകുന്നുണ്ട്, അത് നമ്മുടെ ഫ്രണ്ട്സായിട്ടല്ല കളിക്കുമ്പോൾ. പിന്നെ ടൈം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇപ്പം നൈറ്റ് ആയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ഡേ ആക്കി. എന്നിട്ട് നമ്മൾ ടാബിലേക്ക് ഡേ ആയി, ഇത്രേ ഉള്ളൂ, തീർന്നില്ല. എനിക്ക് ടൈം അത് കാണിച്ച് വെതറുണ്ട്, തണ്ടർസ്റ്റോൺ ഉണ്ട്, റെയിൻ ഉണ്ട്, ക്ലിയർ ഉണ്ട്. നമുക്കിപ്പം ക്ലിയർ മതി. പിന്നെ നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ മീക്സ് നമ്മൾ ചായ അടിക്കുമ്പോഴായിരിക്കും, അതുകൊണ്ട് നമുക്ക് വളർന്നത് ട്രൈ ചെയ്യാം. കൂടുതലും മതിയാണ്, വളർന്നാൽ കൊണ്ടില്ലെങ്കിലോ കൊള്ളാതിരിക്കത്തില്ല. ഞാനല്ലേ പിന്നെ മീക്സ് എടുത്ത് കൊണ്ടില്ല മറ്റേ ബ്രിഡ്ജിൻ്റെ അവിടെ ഫുൾ ഡാമേജ് അല്ലേ നമ്മൾ അടിച്ച്. ഇച്ചും കൂടെ പൊക്കി നിൽക്കാം, ഇത്ര മതിയോ? ചത്തില്ലേ? എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, അത് ഞാൻ നോക്കട്ടെ. ഇൻസ്റ്റാ ഡാമേജ് ഫ്ലാഷ് പോഷൻ ഇതിന് മുമ്പേ ഒന്നും പിടിക്കത്തില്ല. ഒരു ടൈം കൊടുത്ത് നോക്കാം. നല്ല ഇതായിട്ട് പോയി, മലേനെ കടിച്ചും കൂടെ നെടുക്കുക. നിങ്ങൾക്ക് ഈ ഇതണക്കത്തെ മൈൻക്രാഫ്റ്റ് വീഡിയോ ഇതല്ലെങ്കിൽ ഇത് കാണാൻ കുറേ കിടക്കുന്നുണ്ട്, ഇത് മതിയായിരിക്കും. നിങ്ങൾക്ക് അത്രയും പോണ്ടി, ഏകദേശം ചൂടും വളരെ കാണുകയും ചെറുതാക്കിയിട്ടല്ലേ അങ്ങനെ അവസാനം വാടം ചത്തല്ലേ, വാടം ചത്ത്. ഇനി ഈ കോഴികൾക്കെല്ലാം ഒറ്റടിച്ചോ. പിന്നെ വാടം കഴിഞ്ഞിട്ടുള്ള അയൺ ഗോബ്ലിൻ. ഓക്കെ, പിന്നെ അയൺ ബ്ലോക്സ് കാണാം. അയൺ പിന്നെ അങ്ങനല്ലേ, പമ്പിങ് ഹെഡ് കാണാം. പമ്പിങ് ഓക്കെ ഇത് സ്ക്രൈബ്ഡ് പമ്പിങ് കഴിഞ്ഞിട്ട് നോക്കട്ടെ. ഇതല്ല, 1 2 രണ്ടെണ്ണം മതിയായിരിക്കും. സ്നോ ക്ലോബിന് 2. ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റ് ചെറുതാക്കി കറക്റ്റ് അളവാക്കിയിട്ട് ഞാൻ ചെയ്യാം. ഒറ്റയടിക്ക് ഇത്രയും ഡാമേജ്. കൈസ് നമ്മൾ നേരത്തെ അടിച്ച ഡാമേജ് ആയി, ബട്ട് ഹൈറ്റ് പോരായിരുന്നു. രണ്ടടി ഇവൻ ചത്ത്. മൈനൊന്നും പറ്റത്തില്ലല്ലോ. ഓക്കെ, എനിക്കൊന്ന് വാർഡിന് ഇനി ഹൈറ്റ് വേണമെന്ന്. ഹൈറ്റും വേണം, നമ്മളെ ബോക്കും ചെറുതാക്കണം. വാർഡിന് ഒത്തിരിയുള്ള സ്പേസ് ഒരു കാണില്ല, അങ്ങനെ ഇത് പണിയാണ്. അത് ഇഷ്ടപ്പെട്ടു. അല്ലാതെ നമ്മളെ സാധാ സോഡിലുകൊണ്ട് അടിക്കുകയാണെങ്കിൽ എത്ര എടുക്കുമെന്നറിയാവോ? സോംബീസ് എല്ലാം ഇന്നലെ രാത്രി, നമുക്ക് രാത്രി ഇല്ലല്ലോ, ഇന്നലെ രാത്രിയാക്കാൻ സമയക്കില്ലേ.
ഇത് ഇത്ര മതിയാവൂ. എന്നിട്ട് അയൺ ബ്ലോക്ക് ഇരിക്കുന്നുണ്ടോ ആ സൈസിൽ പണിയണം. അങ്ങനെയായിരുന്ന ഈ സെയിം അളവിലായിരുന്ന ഗോബ്ലിൻ. ഞാൻ യൂട്യൂബിലെല്ലാം കണ്ട് വളരെ 1 ഹിറ്റ് ചാത്തുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പൊളിക്കാൻ സിമ്പിളായിരിക്കും. നമ്മൾ സർവൈവൽ മോഡിട്ട് ഈ മിസ്റ്റേക്കിൽ ചെയ്താലേ ഓക്കെ സെറ്റ് കാണിച്ചത്. കണ്ട് ഇത്രയും മതി. ഈ ഹൈറ്റിലും അവിടെ ചാവണം. ഒരു അലമ്പ് കണക്ക് കുഴപ്പമില്ല. നമ്മൾ വെച്ച് ഹൈറ്റിൽ പണിയണം, അല്ലെങ്കിൽ അവിടെ ചാടിപ്പോവും. എന്നിട്ട് ഞാനൊരു വീട് അടുത്ത എപ്പിസോഡ് ഞാൻ ചെസ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഹൗസ് ഉണ്ട്. വീടിൻ്റെ അകവും പുറം മൊത്തം ചെസ് കണക്കായിരിക്കുന്ന. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് സമയമില്ല. ഇത്രയും ഹൈറ്റില്ലേ. ഓക്കെ പോരാ. ഡാമേജ് ചെയ്തു കേട്ടോ. ഡാമേജ് ചെയ്തു ഇപ്പം ചെറുതായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ഈ ലാമ ചെയ്ത് നോക്കാം. ഇപ്പം കുഞ്ഞില്ലാമ വേണ്ട, അല്ല പേരൻസ് ആയിരിക്കും, അതുകൊണ്ട് വേണ്ട. 8 മിനിറ്റ് ആയതുള്ളൂ. എന്നാൽ നമുക്ക് ആ വീടും കൂടെ നമ്മൾ കാണിച്ചിടാം. ഫസ്റ്റ് നമ്മൾ ഫ്ലാറ്റ് എർത്തരയും വേണം. ഞാൻ ഇത് നിരപ്പാക്കി കാണിക്കാവേ. അങ്ങനെ നിരപ്പാക്കി തീർത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ നിരപ്പാക്കിയതാണ്. ഓക്കെ, നമ്മൾ നിരപ്പി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബ്ലാക്ക് ആൻഡ് ചെസ് അല്ലേ. അപ്പം ബ്ലാക്ക് ബെറി, ഈ ബ്ലാക്ക് സ്റ്റെയിൻഡ് ഗ്ലാസ്, അത് കഴിഞ്ഞ് വൈറ്റ്. ഓക്കെ, പിന്നെ വൈറ്റ് ബെഡ്, എന്നിട്ട് ബ്ലാക്ക് ബെഡ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഇതാ ഊളടി ബ്ലാക്ക് ഒരെണ്ണം, വൈറ്റ് ഒരെണ്ണം ചെയ്തിട്ട് ബ്ലാക്ക് അടിക്കണം. ഇതിലും ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് സ്റ്റോൺ വേണം. നമുക്ക് തന്നെ വൈറ്റും വേണം. നമുക്ക് തന്നെ വൈറ്റും ബ്ലാക്കും വൈറ്റും ഇല്ലേ മീ. വൈറ്റ് കോൺക്രീറ്റ് പൗഡർ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത്രയും മതി ധാരാളം.
ഫസ്റ്റ് റെഡ് സ്റ്റോൺ. ഗൈസ് ഞാൻ രാവിലെ നോക്കട്ടെ. ഗൈസ് അങ്ങനെ നമ്മൾ രാവിലെ ആക്കാൻ പോകുന്നു. നമ്മളങ്ങനെ രാവിലെ ആക്കിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഇത് വേണം വെച്ച് കൂള് ചെയ്യാൻ ബെറ്റർ. ഇങ്ങനെ കണക്ക് തന്നെ ചെയ്ത് വരുമ്പോൾ ഞാനിത് ചെയ്ത് തന്നിട്ട് നിങ്ങളെ കാണിക്കാം. ഗൈസ് കണ്ടു, ഇത് കണക്ക് വെച്ചാൽ മതി. ബാക്കി നിങ്ങൾ ഈ താഴത്ത് ഓരോരോ ബ്ലോക്ക് പൊട്ടിക്കണം. ഈ ഓരോരോ ബ്ലോക്ക് പൊട്ടിക്കണം. അയ്യോ, അറിയാതെ പൊട്ടിപ്പോകുന്ന മറ്റുള്ള ബ്ലോക്കെല്ലാം എന്തെങ്കിലും വേറെ ബ്ലോക്ക് ഉണ്ടായാൽ മതി. ഗൈസ് ഇങ്ങനെയാണ് പൊട്ടിക്കണം. അത് നമ്മുടെ ഫസ്റ്റ് ബേസ് ആയിരുന്നു. അതുകൊണ്ട് ഞാനിത് മാക്സിമം അപ്ഗ്രേഡ് ചെയ്യും. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അങ്ങടുത്ത് അപ്ഗ്രേഡ് ആയിരിക്കും. എന്നിട്ട് നമ്മുടെ ബ്ലാക്ക് ഇല്ലേ, ബ്ലാക്ക് കൂള് കണ്ട് ഇത് കണക്ക് വെച്ചാണ്. ഇത് കണക്കന്നെ വയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിലിട്ട് വൈറ്റ്. ഇനി നമ്മുടെ പണി സിമ്പിളാണ്. എന്നിട്ട് ബ്ലാക്ക് ഇതേ ലെവലിൽ തന്നെ. ലെവൽ തെറ്റിപ്പോയാൽ നമ്മുടെ ഡിസൈൻ തെറ്റിപ്പോവും. കോൺക്രീറ്റ് നമ്മൾ ഊളിട്ടല്ലേ ചെയ്യുന്നത്. പൊട്ടുണ്ടോ ഇല്ലേ? ഓക്കെ, അങ്ങനെ ഇങ്ങനെ പണിഞ്ഞ് മാക്സിമം ഒരു റൂം പോലും പറ്റാതെ. എനിക്ക് അവിടെ എന്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട്. ഇനി പകുതി ഇത് ഊളുണ്ട്. പിന്നെ നമ്മൾ കോൺക്രീറ്റ് ബ്ലാക്ക് കോൺക്രീറ്റ് എടുത്തില്ല. എല്ലായിടത്തും ബ്ലാക്ക് കോൺക്രീറ്റ് വെച്ച്. ബ്ലാക്ക് കോൺക്രീറ്റ് പൗഡർ അല്ല, ബ്ലാക്ക് കോൺക്രീറ്റ്. ഇത് നമ്മൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. നിങ്ങളുടെ ടാലൻ്റ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ പണിയൊന്നും. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പണിയാണ്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പണിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് ഊളെടുക്കാം. ഞാൻ അത്ര ഫുള്ള് എടുക്കുന്നില്ല. കൺസ്ട്രക്ഷൻ ഐറ്റമാണ്. ഗൈസ് അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് പണിയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. കണ്ട ചെസ് കണക്ക് ഇല്ലേ. ഇനി കറക്റ്റ് ബ്ലാക്ക് ഉള്ളടുത്ത് ബ്ലാക്ക് കൊണ്ടുപോകണം. ചെറിയ ലെവലിൽ വന്നാൽ മതി. ഇങ്ങനെയല്ല, ഓവറായിട്ട് പണിയുണ്ട്, ഓവർ ലെവലിൽ പണിയുണ്ട്. എന്നിട്ട് വൈറ്റ് ഉള്ളടുത്ത് വൈറ്റ്, ബ്ലാക്ക് അടുത്തുള്ള ബ്ലാക്ക്, വൈറ്റുള്ളടുത്ത് വൈറ്റ്. ഞാൻ വൂളും കോൺക്രീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. ഇതുണ്ടോ,
എങ്ങനെയുണ്ട്? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ജസ്റ്റ് ഫോൺ ഒരു 5 മിനിറ്റ് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ചാർജ് കുത്തിയിടാൻ ചാർജ് ഇല്ലായിരുന്നു, അതാ അത് കുത്തിയിട്ട്. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുക. കറക്റ്റ് ഫോർമേഷൻ, നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഴുത്തുള്ളൂ. നിങ്ങളിത് പണിയുമ്പോൾ ഓവറായിട്ട് വലുതായിട്ട് പണിയില്ലു, നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടുന്ന. ഇത് എന്താണെന്ന് വെച്ചാൽ ഒറ്റൊരു കാര്യമേ ഉള്ളൂ. ഇത് പോവും, നമ്മുടെ സമയം പോവും. അങ്ങനെ ബാക്കിയുള്ള വീടെന്ന് പറയുമ്പോൾ ഗൈസ്, നമ്മൾ ഇത് വലിയ ടൈപ്പ് വെച്ചാൽ കിട്ടുന്ന പണിയെന്ന് പറഞ്ഞാൽ എന്നെ കണക്കിരിക്കും. നിങ്ങൾ പണി നല്ല രീതിയിൽ പാടുപെടും. നല്ല വൃത്തിക്ക് പാടുപെടും. ഏകദേശം ഞാൻ ഇത്രയും പണിയുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അടിക്കുന്നു. ചില സമയത്തെല്ലാം ഞാനത് ചെയ്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് അടിക്കുന്നത്. ഗൈസ്, അങ്ങനെ ഇല്ലേ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിങ് പ്രോബ്ലം തീർന്നല്ലോ. ഞാൻ വിചാരിച്ച് നിങ്ങൾ കമൻറ്റ് ഇടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഇന്നലെ വീഡിയോ ഇട്ടിട്ട് വ്യൂസ് ഉണ്ട് ഗൈസ്, ബട്ട് കമൻറ്റ് ഇല്ല. എന്ത് പറ്റി? കമൻറ്റ് ഓൺ ചെയ്യൂ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കമൻറ്റ് ഓൺ ചെയ്തില്ലായിരുന്നല്ലോ. ഞാൻ യൂട്യൂബിൽ തന്നെ കസ്റ്റം ചെയ്ത് കഷ്ടപ്പെട്ട് മേടിച്ച കമൻറ്റ് ചെയ്ത സെറ്റിങ്സ് എല്ലാം. എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ കമൻറ്റ് ഓൺ ചെയ്തിട്ട്. എന്നിട്ട് എന്തായാലും ഒരു കമൻറ്റ് ചെയ്താൽ ഗൈസ്, നിങ്ങൾക്ക് മോഡ് ഗെയിം ഇഷ്ടമാണെങ്കിൽ പറയുക, ഞാൻ മോഡുമായിട്ട് വരാം. ബിക്കോസ് ഞാൻ ഇട്ടുള്ള എല്ലാ മൈൻക്രാഫ്റ്റ് വീഡിയോ മോഡാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഞാൻ മോഡൽ ഇട്ടിട്ടുള്ളൂ. അല്ലല്ല, മോഡല്ലാതെ സാധനം കുറേ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെല്ലാം കാട്ടും മോഡിനാണ് കൂടുതലും. അപ്പോൾ മോഡ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഇത് നിങ്ങളുടെ ഇഷ്ടം കണക്ക് ചെയ്യാനാണ്. കണ്ട, ഇങ്ങനെ ചെയ്യാനെങ്കിൽ പണി പെട്ടെന്ന് തീരും. നമ്മൾ ബ്ലാക്ക് വയ്ക്കുന്ന താമസമേ ഉള്ളായിരുന്നു. ഇങ്ങനെ വൈറ്റ് അതിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് ഇരുന്നാൽ മതി. നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് മറക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തായിരിക്കും. നിങ്ങളിപ്പോൾ ചോദിക്കും എന്തിനാ വിൻഡോ എടുത്ത് വെച്ചെന്ന്, പറഞ്ഞുതരാം. കാണാനും പറ്റുന്നില്ല. അയ്യോ, ഒന്നാമത് ബ്ലാക്ക്, അതിൻ്റെ ഇടയ്ക്ക് കറക്റ്റായില്ലല്ലോ. ഇവിടെ വൈറ്റ് ഇട്ട വൈറ്റായിരുന്നു. ഇതിനകത്ത് ഫയർ ആരോ ഉണ്ടെന്ന് ഞാൻ ആരോ പറഞ്ഞ കേട്ടു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഫയർ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ
മാക്സിമം നിങ്ങൾ മൂഡിന് വേണ്ടി കമൻറ്റ് ഇടും ഗൈസ്. എനിക്ക് മൂഡ് കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അതാ ഗൈസ്, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കളിക്കുന്നതായിരിക്കും. ബിക്കോസ് എനിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് പണിയാൻ പറ്റും. ഇനി വീട് പണി തന്നിട്ട് അടിക്കാം. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ വീട് പണി കിടന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ വീട്. ബട്ട് ഫുൾ പണി കയറുന്നില്ല. ഇനിയാണ് നമ്മുടെ പണി തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ട് കണ്ടുപിടിക്കണം. അതാണ് ഫ്രണ്ട് കണ്ടുപിടിക്കേണ്ട. ഫ്രണ്ട് നമ്മൾ മേക്ക് ചെയ്യണം. ഇതായിട്ട് ഫ്രണ്ടായിട്ട് എടുക്കാം നമുക്ക് തൽക്കാലം. ഓക്കെ, 2 ബ്ലോക്ക് താഴേന്ന് പൊട്ടിക്കണം. എന്നിട്ട് നമുക്ക് ഗ്ലാസ് ഇതല്ലായിരുന്നു വേണ്ട, ഈ ഗ്ലാസ് വേണ്ട. ബിക്കോസ് ഈ ഗ്ലാസ്സാണ് ബെറ്റർ. പിന്നെ നമുക്ക് വേണ്ടത് 2 ഡോറാണ്. ഡോറ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലില്ല. ഓക്ക് ഡോർ എടുക്കാം, അതാ ബെറ്റർ. തുറക്കാനോ അടയ്ക്കാനോ. മറ്റുള്ളതെല്ലാം ഇച്ചിരി പാടാം. നിങ്ങൾ അത്താൽ പോലും പ്രഷർ പ്ലേറ്റ് വയ്ക്കരുത്, ഞാൻ ഇപ്പോഴേ പറയാം. കണ്ട, ഇതാണ് നമ്മളുടെ ഈ അകത്തുനിന്നുള്ള ലുക്ക്. കോൺക്രീറ്റ് വെച്ചപ്പോൾ ചുമ്മാ മെന കിട്ടിയത് കണ്ട. എന്നിട്ട് നമ്മൾ ബെഡെന്ന് പറയുമ്പം ഏറ്റവും മൂലയ്ക്ക് കൊണ്ടുവയ്ക്കണം. എന്നിട്ട് റീസ്പൂൺ പൊടി സെറ്റായി. അവിടെയും കൂടെ റീസ്പൂൺ പൊടി വയ്ക്കണം. അപ്പോൾ നമ്മൾ മരിച്ചാലത്ത് ഇവിടെ തന്നെ റീസ്പൂണാണ്. അതുകൊണ്ട് നമുക്ക് ഈ വേസ്റ്റൊക്കെ ചത്താപ്പോലും കളയാൻ പറ്റത്തില്ല. എന്നിട്ട് ഇത് രണ്ടും കളയാം, ബിക്കോസ് നമ്മളെ കൈ എപ്പോഴും ഫ്രീ ആയിരിക്കണം. എന്നിട്ട് ബ്ലാക്ക് പൊട്ടിച്ച് വൈറ്റ് പൊട്ടിക്കണം. എന്നിട്ട് വൈറ്റ് എടുത്ത് ബ്ലാക്കിൻ്റെ പുറത്തും ബ്ലാക്ക് എടുത്ത് വൈറ്റിൻ്റെ പുറത്തും ഇങ്ങനെ വെക്കണം. എന്നാലേ കറക്റ്റ് ചെസ് മോഡാവത്തുള്ളൂ. സെറ്റായില്ലേ? നമുക്ക് ഇവിടെ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതുമല്ല അവിടെ വെക്കണോ? വെക്കാം. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നു 2026 വേൾഡ് കപ്പ് ആര് പൊക്കും? മെസ്സി ഫാൻസ് എല്ലാം കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ആരാണെന്ന് കമൻറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. ലൈക്ക് അടിക്കാൻ പറയണ്ടല്ലോ, നിങ്ങൾ അടിക്കണമല്ലോ. ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇതൊന്നും ഈ ഗെയിം ഞാൻ കളിച്ച് എത്ര മെച്ചറാക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. റീസ്പോയിൻ പോയിട്ട് സെറ്റ് ഓക്കെ. നമ്മളിത് സെറ്റ് തരണം, അല്ലെങ്കിൽ നമുക്ക് പണി. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മുടെ വീട്. പിന്നെ നിങ്ങൾ അടുത്ത വീട് നോക്കാൻ പോകുന്ന വീട് നിങ്ങൾ ഞെട്ടുന്ന വീടായിരിക്കും. ബൈ.